ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ബീഫ് റെസിപ്പി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള മസാലകൾ ഉപയോഗിച്ച് നാടൻ രീതിയിൽ വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് വരട്ടിയത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക്. ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നന്നായി കഴുകി വാരാൻ വെക്കണം. വെള്ളം നന്നായിട്ട് വാരണം. അതിന് ശേഷം പിന്നെ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ചതച്ചതായാലും മതി. പിന്നെ 1/4 ടേബിൾ സ്പൂൺ ജീരകം, വലിയ ജീരകം പൊടിച്ചത്, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ചെറിയ സവാള, അത് സവാളയുടെ വലുതാണെങ്കിൽ പകുതി ആയാലും മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കുക്കർ അടച്ചു വെച്ച് 3-4 ബീഫിൻ്റെ വേവിനനുസരിച്ച് നമുക്ക് 3-4 ഒക്കെ വിസിൽ വന്നിട്ട് നമ്മളത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. ആ വെള്ളം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല, തീരെ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ നമുക്കതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. നമുക്കതിന് അടുത്ത പ്രോസസ്സിലേക്ക് പോവാം. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു സവാള അരിഞ്ഞത്, നീളത്തിൽ തന്നെ അരിഞ്ഞത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നതിന് ശേഷം ഒരു 1/4 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കി, പിന്നെ അതിലേക്ക് കുറച്ചും കൂടെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടിയും, 1/4 ടേബിൾ സ്പൂൺ കുരുമുളകും പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട്, പിന്നെ അതുപോലെ 4 പച്ചമുളകും കൂടെ ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം. അതിന് ശേഷമാണ് നമ്മളതിലേക്ക് ഈ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ സ്പെഷ്യൽ. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ച ഈ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് വെള്ളം ഉണ്ടാവും, കുഴപ്പമില്ല. ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് വറ്റിക്കോളും. ഇതിൻ്റെ ആവശ്യത്തിന് എല്ലാവർക്കും ഇനിയിപ്പോൾ ഇത്തിരി വെള്ളത്തോടാണെങ്കിൽ അങ്ങനെ ആവാം, അതല്ലെങ്കിൽ നന്നായിട്ട് വെള്ളം വറ്റി ഡാർക്ക് കളറാവണമെങ്കിൽ അതുവരെ ഇളക്കി കൊടുക്കുക. ഞാൻ കുറച്ച് ഒരു പരുവത്തിലാണ് ആക്കിയിട്ടുള്ളത്. ലാസ്റ്റ് ഇനി എന്ത് ചെയ്തതാണ്, നാരങ്ങ നീര് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നാരങ്ങ നീരിന് പകരം നിങ്ങൾക്ക് ഉലുവ പൊടിച്ചതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്ത് വാങ്ങി വെച്ചാലും മതി. എന്നാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ബീഫ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ, നാടൻ രുചിയുണ്ട്. ഒപ്പം തന്നെ ഈ തേങ്ങാക്കൊത്തൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ അതും കൂടെ ഒരു നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നല്ല ഒരു റെസിപ്പിയാണിത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം അറിയിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.